ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റാറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളിയായിട്ടുണ്ട് സ്റ്റാർ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു റെഡ് കളറിലെ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 21 സെൻറ്റിമീറ്റർ നീളവും 21 സെൻറ്റിമീറ്റർ വീതിയാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇതുപോലെ മടക്കുമ്പം ആദ്യത്തെ ഭാഗത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറി നിൽക്കുന്ന പോലെ നമ്മൾ വേണം മടക്കാൻ വേണ്ടിയിട്ട്. അത് എന്നാലേ നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ സൈഡിലായിട്ട് കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട്, ഞാൻ ഇവിടെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പം അടിയത്തെ പേപ്പറിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം ഈ കോർണറും തമ്മിൽ ഒരു ലൈൻ ഉണ്ടാക്കാം. അതേപോലെ ഈ സൈഡിലേക്കും ഒരു ലൈൻ വരച്ചെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെൻറ്ററിൽ ഇതുപോലെ ഒരു 1 സെൻറ്റിമീറ്റർ ഇവിടെ ഒന്ന് ഡോട്ട് ഇടുക. അതുപോലെ തന്നെ ഇവിടെയും 1 സെൻറ്റിമീറ്റർ, അപ്പുറത്തെ സൈഡിലും 1 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്ത 3 ഡോട്ടുകൾ തമ്മിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ കോർണർ നമ്മൾ വെട്ടി ഒഴിവാക്കുന്നു. 2 സൈഡിലും ഒഴിവാക്കി. ഇനി സെൻറ്ററിലും അതേപോലെ ജസ്റ്റ് ഒന്നൊരു കോണ് വെട്ടിക്കളയാണ്. ഇനി ഈ ഒരു വരച്ച ഒരു ഭാഗം നമ്മൾ മുകളിലേക്ക് മടക്കി കൊടുക്കുക. താഴെ വരുന്ന 2 വശം നമ്മൾ വെട്ടി ഒഴിവാക്കുക. അപ്പോൾ ആ ഭാഗം നമ്മൾ വെട്ടി ഒഴിവാക്കി. ഇനി ഈ 2 ലാസ്റ്റ് വരുന്ന ഈ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഹോളുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരേ ലൈനിൽ ഞാനൊരു 7 ഹോളും അതുപോലെ അതിൻ്റെ ഉൾവശത്തായിട്ട് ഒരു 3 ഹോളും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്യാം. റൗണ്ട് ഷേപ്പിലോ അതുപോലെ തന്നെ സ്റ്റാറുകൾ കട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആയത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൊത്തം 10 ഹോളുകൾ ഒരു സൈഡിൽ, അതുപോലെ 20 ഹോളും മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 5 പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ മടക്കിയ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് ആ ഗമ്മ് നമ്മൾ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ശരിക്കും ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആ ഗമ്മ് തേച്ച ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഗമ്മ് പുറത്തേക്കൊന്നും ആകാതെ പരമാവധി ശ്രദ്ധിക്കാം. പിന്നെ ഒട്ടിക്കുമ്പം ഓരോ പീസും ഒന്നിൻ്റെ മുകളിൽ കറക്റ്റ് ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കണം. നമ്മൾ അടുത്ത പീസും ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും.
നമ്മൾ 3 പീസ് ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ 4ാമത്തെ പീസാണ് ഇപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ ഏതാണ് ഉപയോഗിക്കാം. ഫെവിക്കോളോ ഫെവിക്കിക്കോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അവസാനമായിട്ടൊരു പീസും കൂടെ നമുക്കുണ്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കോർണറും ഒരേ ലെവലിലാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാർ നിവർത്തി കഴിയുമ്പോൾ ഒരേപോലെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അവസാനത്തെ ഒരു പീസും കൂടെ നമ്മൾ ഒട്ടിക്കുകയാണ്. ഇതും കൂടെ ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിന് 2 നൂല് കെട്ടാനുള്ള ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് ആ പേപ്പറിൻ്റെ തന്നെ ഒരു 4 പീസ് ഇതുപോലെ ചെറിയ പീസ് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പീസ് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് പോലെ ചുരുട്ടിയെടുക്കണം. ഇത്ര നീളം നമുക്ക് ആവശ്യമില്ല, പക്ഷെ ഞാനത് ചുരുട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നീളം കൂട്ടി മുറിച്ചതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള നീളം വെച്ചിട്ട് ബാക്കി വെട്ടിക്കളയാം. ഇനി നമുക്ക് ഒരു നൂലെടുത്തിട്ട് ആവശ്യമുള്ള നീളം നമ്മളതിൽ നിന്ന് മുറിച്ചെടുക്കുക. 2 പീസാണ് നമുക്ക് ആവശ്യം. അതിന് ശേഷം നൂലിൻ്റെ അറ്റത്ത് ഇതുപോലൊരു കെട്ടിട്ടതിന് ശേഷം നമ്മുടെ ആ സ്റ്റിക്കിനകത്ത് വെച്ചിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ കെട്ടിയെടുക്കുക. അങ്ങനെ 2 പീസും ഇതേപോലെ കിട്ടുക. അപ്പോൾ അത് സെറ്റായി. ഇനി ഈ പേപ്പർ 4ആയിട്ട് മടക്കിയിട്ടിൻ്റെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതുപോലെ 2 പേപ്പറും ചെയ്തെടുക്കുക. അപ്പോൾ അതും സെറ്റാണ്. അതിന് ശേഷം നമ്മൾ ഈ ഹോളിൽ കൂടെ ഈ കയറിനെ പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ഈ സ്റ്റിക്കിനെ ഇവിടെ ഒട്ടിച്ചെടുക്കുക. 2ാമത്തെ പീസും അതേ പ്രൊസീജിയർ തന്നെ ചെയ്യാം. അപ്പോൾ രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇടുന്നു, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ നൂലിൻ്റെ അറ്റം ഈ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മുടെ ഈ പേപ്പറിൻ്റെ ഈ ഒരു പുറം വശത്തും കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി മറ്റേ ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്യുക. ഇതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് ആവശ്യമില്ലാത്തൊരു വശമുണ്ട്, അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡിയായി. അവസാനം വരുന്ന ഈ ഒരു പീസിൻ്റെ ഈ നമ്മൾ മേലേക്ക് മടക്കി വെച്ചൊരു ഭാഗം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അതും കൂടെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ ലെവലിലായിരിക്കും. ഇപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഈ ഒരു പേപ്പർ കുറച്ച് കട്ടി കൂടുതലാണ്. നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ലൈറ്റ് ഇട്ട് കഴിയുമ്പം നല്ല ബ്രൈറ്റ്നസ് കിട്ടും. ഇത് കട്ടി കുറച്ച് കൂടിയൊരു പേപ്പറാണ് എനിക്ക് കിട്ടിയത്. ജസ്റ്റ് നമുക്ക് ഇന്ന് ലൈറ്റിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്റ്റാർ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്ന ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഔട്ട്.